ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 3യുടെയാണ് കേട്ടോ. അപ്പോൾ ഡേ 3 ഇടാനുള്ള ലോട്ടാണ് ഇത്. ഇതിനകത്തുനിന്ന് ഇനി 2 എടുക്കണം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നേരത്തെ അറിയാവുന്ന ചാപ്റ്ററാണ്. പിന്നെ എടുക്കുന്നത് ഞാൻ ഒരു ടേക്കിന് എടുത്തായിരുന്നു, പിന്നെ ഈ ട്രൈപ്പോഡ് കുലുങ്ങിയിട്ട് പിന്നെ ഒന്നുകൂടെ എടുക്കട്ടെ. അല്ല, പിങ്ക് മതി. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇത് സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററും ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇത് രണ്ടും ഏതാണ്ട് അറിയാവുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് 3rd ഡേയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ആ 4 പ്രോപ്പർട്ടി, 3 പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റിലുള്ളത്. പിന്നെ ആ 4ാമത്തെ ഒരു പ്രോപ്പർട്ടിയും കൂടെ എക്സ്ട്രാ എഴുതാം. പിന്നെ അതുപോലെ ഈ ഇതിൻ്റെ വാല്യൂ, എപ്സിലോൺ സീറോയുടെ വാല്യൂ, അത് നമ്മൾ ഈ കണക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ചെയ്യാൻ. തരുമെന്ന് അറിയത്തില്ല ക്വസ്റ്റ്യനിൽ ഇനി. അതുപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതുപോലെ ഇലക്ട്രിക് ഡൈപോള്, പിന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് വിത്ത് ഇൻ ദ ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ, അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. അത് ആ ടോർക്കിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുമായിരിക്കും. പിന്നെ അതുപോലെ ഗോസസ് തിയറം, ഗോസസ് ലോ, അതുപോലെ ഇലക്ട്രിക് ഫ്ലക്സ് പ്രൂഫ്, ഗോസസ് ലോയുടെ പ്രൂഫ്, ആപ്ലിക്കേഷനുകൾ. ഗോസസ് ലോയുടെ ആ ഒരു 3 ആപ്ലിക്കേഷനുണ്ട്. ആ 3 ആപ്ലിക്കേഷനുകളും പഠിക്കണം. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആകെ കുറച്ച് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാതെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തിൽ ഇപ്പോൾ ഇവയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുള്ളത് സ്ക്രോട്ടത്തിൻ്റെ ആ ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, പിന്നെ എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അത് ആംപുലറി റീജിയൻ, അതുപോലെ പെരിമെട്രിയും മയോമെട്രിയും എൻഡോമെട്രിയും ഒക്കെ നോക്കണം. അതുപോലെ ഗാമറ്റോജെനസിസിലെ സ്പെർമിയേഷൻ, സ്പെർമിയോജെനസിസ്, സ്പെർമാറ്റോജെനസിസ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷനും അതുപോലെ തന്നെ പ്രോസസ്സുകളൊക്കെ പഠിക്കണം. പിന്നെ LH FSH മെയിലും ഫീമെയിലും നമുക്ക് 2 ഫംഗ്ഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് പഠിക്കണം. പിന്നെ ഉള്ളത് ഇത് ഗാമറ്റോജെനസിസ് മെയിലില്, അതുപോലെ ഫീമെയിലിൽ സ്പെർമാറ്റോജെനസിസും ഊജെനസിസും, അത് രണ്ടും പഠിക്കണം. പിന്നെ മെൻസ്ട്രൽ സൈക്കിളിനകത്തെ ഓരോ ഫേസുകൾ, അതുപോലെ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആര്, അതുപോലെ ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ആര്, അത് അങ്ങനെ ഇതിനകത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ പിന്നെ പ്ലാസൻ്റ എന്താണ്, പ്ലാസൻ്റയുടെ ഫങ്ഷൻസ് എന്താണ്, പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, പിന്നെ ബ്ലാസ്റ്റോമിയർ എന്താണ്, അതുപോലെ ഗസ്റ്റേഷൻ പീരീഡൊക്കെ ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓരോ ട്രൈമസ്റ്ററിൽ നടക്കുന്ന എന്തൊക്കെയാണ്, ഫസ്റ്റ് 3 മന്ത്സിലല്ലേ 4th മന്ത് 5th മന്ത് ആ സമയത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ. പിന്നെ അതുപോലെ ഫീറ്റൽ ഇജക്ഷൻ, റിഫ്ലക്സ്, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാസൻ്റയുടെ ഫങ്ഷൻ, അതുപോലെ കണ്ടോ സ്പെർമാറ്റോജെനസിസിൻ്റെ ആ പ്രോസസ്സ്, ഗാമറ്റോജെനസിസ്, സ്പേമിൻ്റെ സ്ട്രക്ചർ, ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലുണ്ടല്ലോ ആ ഒരു ഗ്രാഫ്, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അവിടെയുള്ള ഗ്രാഫ്. പിന്നെ പടങ്ങളല്ല, അതിനകത്തുള്ള ഫിഗേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ലേബൽ ചെയ്യാൻ ചോദിക്കുന്ന ടൈപ്പ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ ആ ചാപ്റ്ററിൽ കൂടുതലും. അപ്പോൾ ഇത്രയാണ് ടോട്ടലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ.
അപ്പോൾ ഇന്നിനി ഡേ 4 ആണ്. അപ്പോൾ നമുക്ക് ഡേ 4 നോക്കാം എന്താണ് കിട്ടുന്നത്. ഡേ 4 വൈകിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നോക്കാം. അയ്യോ, അയ്യോ കീറി. മെട്രിസസ് എളുപ്പമുള്ള ചാപ്റ്ററാണ്, ഈസി ചാപ്റ്ററാണ്. ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നു. ഓക്കെ, ഈ മെട്രിസസ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഡിറ്റർമിനൻസ് പഠിച്ചിട്ടാണെങ്കിൽ മെട്രിസസ് ഈസി ആയിരിക്കും. മെട്രിസസിൻ്റെ ഒരു ഗ്രേഡ് ഇച്ചിരി കൂടിയ ലെവൽ ഉള്ളതല്ലേ ഡിറ്റർമിനൻസിലെ ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കെമിക്കൽ കൈനറ്റിക്സ് അതും വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്. അപ്പോൾ ഇനി D&F ബ്ലോക്കൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെയാണ് ഇച്ചിരി എനിക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇനിയൊരു ഏതാണ്ടൊരു 2, 4, 6, 8, 10 എണ്ണം കൂടെ ഉണ്ട് ഇനി എടുക്കാൻ. നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 10 ചാപ്റ്റർ കൂടെ ഉണ്ട് നോക്കാൻ. അപ്പോൾ മെട്രിസസിൽ ഞാൻ ചെറിയ രീതിക്ക് ഇക്വേഷൻസ് എല്ലാം കൂടെ ഒരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മെട്രിസസ് എളുപ്പമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എനിക്കൊന്ന് +2 ഓൾമോസ്റ്റ് ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഈ മെട്രിസസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിറ്റർമിനൻസ് വലിയ പാടൊന്നുമല്ല. പിന്നെ അങ്ങോട്ടുള്ള കാൽക്കുലസിൻ്റെ പാഠങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ കണ്ടിന്യൂറ്റി ഒക്കെ പോലത്തെ പാഠങ്ങൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഡിഫിക്കൾട്ട് ലെവൽ വരുന്നതെന്നാണ് തോന്നുന്നത്. ആദ്യത്തെ ഒരു 4-5 ചാപ്റ്റർ 4 ചാപ്റ്റർ അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ അതിനകത്ത് തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഇതാണ് മെട്രിസസിനകത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഇന്നലെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഇതിന് ഓൾമോസ്റ്റ് ഒരു എനിക്ക് 40 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. ഇതുവരെ നോക്കിയ ചാപ്റ്റേഴ്സിനകത്തിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. 22 അത്രയും കണ്ടേ ഉള്ളൂ. ഇൻവേഴ്സിനകത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതുപോലെ കണ്ടിന്യൂറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 72 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് ലെവലായതുകൊണ്ട് നമ്മൾ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂറ്റി മനസ്സിലാകത്തുള്ളൂ. കണ്ടിന്യൂറ്റിയെക്കാട്ടി കുറച്ചുകൂടെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ ഇത്രയാണ് മെട്രിസസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മുമ്പേ വന്നിട്ടുള്ളത്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സിലെ കാര്യം പറയുവാണെങ്കിൽ ഇതിനകത്താണെങ്കിലും ഒരുപാട് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ല. കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നുന്നത് ഈ കണക്ക് ടൈപ്പ് പ്രോബ്ലംസ് അത് വരുമ്പോഴാണ്. ഈ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇതിനകത്തൊന്നും മിക്കവാറും വരുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ പിന്നെ ഈ റേറ്റ് ലോ ഒക്കെ വെച്ച് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്, അതുപോലെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കൽ കണ്ടോ. പിന്നെ ഓർഡർ മോളിക്കുലാരിറ്റിയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ റേറ്റ് ഇക്വേഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ എസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ S⁻⁻1 എന്ന് പറയുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോളിക്കുലാരിറ്റി, ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ, അതുപോലെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അറീനിയസ് ഇക്വേഷൻ അതിനെ പറ്റിയിട്ടൊക്കെ, അല്ലാതെ വേറെ വലിയ ചോദ്യങ്ങളൊന്നും ഇതിനകത്തൊന്നും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താണ് ഹാഫ് ലൈഫ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നും വലിയ പാടുള്ള ചാപ്റ്റർ അല്ല ഇതുവരെ എനിക്ക് കിട്ടിയേക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് റിവൈസ് ചെയ്ത് വിടാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സാണ്.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.